നമസ്കാരം. കുറെ കാലം കൊണ്ട് മലയാളികൾ മുഴുവൻ ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും ഹൈടെക് ചികിത്സാ സൗകര്യങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടും നമ്പർ 1 ആയിട്ടും എന്തിനാണ് നമ്മുടെ ബഹുകുത്തും മുഖ്യമന്ത്രി വിദേശത്തേക്ക് ചികിത്സയ്ക്കായി വെച്ചുപിടിക്കുന്നത്? ഇതൊന്നും നമുക്ക് പുത്തരിയല്ലെന്ന് അവർക്ക് തോന്നണം, എന്നാലേ കുറച്ച് വില ഉണ്ടാവുള്ളൂ. എനിക്കൊന്നും മനസ്സിലായില്ല. എന്താണ് അദ്ദേഹത്തിന്റെ അസുഖം? ചിന്തച്ചേച്ചി അടുത്തിരുത്തിക്കൊണ്ട് ചിന്തച്ചേച്ചിയുടെ മുഖത്ത് നോക്കി ആ ചോദ്യം ഒന്ന് ചോദിച്ചു. എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? അയ്യോ മൊയിലാളി ആര് സ്റ്റാൻഡേർഡുള്ള കേരളം വിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തിനാ ചികിത്സക്ക് അമേരിക്ക പോകുന്നത്? അതെനിക്ക് മനസ്സിലാവും. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യ മേഖലയെ നിങ്ങൾ അപമാനിക്കില്ല. അങ്ങനെ പറയരുത് സാർ. അങ്ങനെ പറഞ്ഞാൽ ഞാനും ചിലതൊക്കെ പറയും. ജർമ്മനിയിലെ മെഡിക്കൽ കെയർ വിളിച്ചപ്പം അൺകോൺഷ്യസ് ആയിട്ട് ഉടനെ അവിടുന്ന് അവർക്ക് കൊടുത്ത ഡേറ്റ് 3 ആഴ്ച കഴിഞ്ഞുള്ള അപ്പോയിന്റ്മെന്റ് ഡേറ്റ്. ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് എന്തിനാണ്? ചോദിക്കുന്ന ചോദ്യത്തിനൊഴികെ ബാക്കി സകല മേഖലകളെ കുറിച്ചുള്ള ഉത്തരങ്ങൾ ചറപറാന്ന് തരും. പ്രശംസ ഇഷ്ടമല്ല, അതറിയാമേ. ചോദിച്ചത് എന്തിനാണ് അങ്ങ് വിദേശത്തേക്ക് മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോകുന്നത്? ഉത്തരം, ജർമ്മനിയിലൊക്കെ നമ്മൾ ഒരു കാലോ കയ്യോ ഒടിഞ്ഞു ചെന്ന് കേറിയ അവര് 3 ആഴ്ച കഴിഞ്ഞ ഡേറ്റ് തരുള്ളൂ ചികിത്സയ്ക്ക്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ജർമ്മനിയിലത് കഴിഞ്ഞ് അമേരിക്കയെ അപേക്ഷിച്ച് ശിശുമരണ നിരക്ക് ഇവിടെ കുറവാണ് എന്നതാണ് അടുത്ത വികസന നേട്ടമായിട്ട് ചേച്ചി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ പോലും ചിലപ്പോൾ ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാൻ. അത് ശരി, അതാര് പറഞ്ഞു? ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരൊക്കെ വലിയൊരു അസുഖം വന്നാൽ നേരെ അമേരിക്കയ്ക്കാണെന്ന് ചികിത്സിക്കാൻ വെച്ച് പിടിക്കുന്നത്. ഓരോരോ കഷ്ടപ്പാടുകളെ. ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി പോകുന്നതിൽ ഒരു തെറ്റില്ല. പക്ഷേ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളെല്ലാം നേടിയതാണെന്നല്ല നിങ്ങൾ പറയുന്നത്. ഡിവൈഎഫ്ഐയോട് പഴയ ഗുണ്ടയായ പിണറായി വിജയൻ പറയാണ് അടിച്ചോളാൻ മുഖ്യമന്ത്രിയുടെ ഒരു വേദി വന്ന് വ്യക്തിയധിക്ഷേപം നടത്താൻ കാണിച്ചത് നിയമം കയ്യിലെടുക്കാന്നൊക്കെ പറഞ്ഞ പെണ്ണെ നീ നിർത്തിക്കോ, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇങ്ങനൊന്നും വ്യക്തിയധിക്ഷേപം നടത്തരുതെന്ന്. അപ്പോ മറ്റേ വാളിന്റെ ഇടയിൽ കൂടെ നടന്നു പറഞ്ഞ കഥയില്ലേ, ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ കയ്യിൽ ഒന്നും ഇല്ലാതെ നടന്നു എന്ന് പറഞ്ഞ കഥ, ആ കഥയുടെ സാഹചര്യം എന്തായിരുന്നു? അഹിംസ എന്ന ആദർശം നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിക്കാൻ പോയ യാത്രക്കിടയിലാണോ അപ്പുറത്തും ഇപ്പുറത്തും ഊരി പിടിച്ചോണ്ട് നിന്നത് വാളുമായിട്ട്? എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്, ഇനി റെസ്റ്റ് കൊടുക്കില്ല. പിന്നെ ഗുണ്ടായിസ് ഇവരുടെ ആരുടെയും കയ്യിൽ ഇല്ല എന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമല്ലേ? അപ്പൊ പിന്നെ ഇല്ലാത്തത് പറഞ്ഞ് വ്യക്തി അധിക്ഷേപം നടത്തരുതേ. ചിന്തച്ചേച്ചി ഇനി ചിന്തിക്കാനുള്ളത്, ഇത്തരം വേദികളിൽ ലൈവായിട്ട് സംസാരിക്കാൻ വരുമ്പോൾ പൊതിച്ചോറിന്റെയും ജിമിക്കിയുടെയും കമ്മലിന്റെയും രാഷ്ട്രീയം മാത്രം പഠിച്ചുകൊണ്ട് വന്നാൽ പോരാ, ഇത്തരം ചോദ്യങ്ങൾ കൂടി, അപ്രതീക്ഷിത ചോദ്യങ്ങൾ കൂടി ഇനി പ്രതീക്ഷിക്കുക. ഇപ്പൊ മനസ്സിലായോടാ